ഒയാസിസ് മദ്യ കമ്പനിക്ക് വെള്ളം നൽകുന്നത് വാട്ടർ അതോറിറ്റിയുടെ പദ്ധതികളെ ബാധിക്കില്ലെന്ന് വാട്ടർ അതോറിറ്റി. ഒയാസിസിന് കിൻഫ്ര പദ്ധതിയിലൂടെയാണ് വെള്ളം നൽകുക. BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസിന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ കത്തിലാണ് ഈ വിവരങ്ങളുള്ളത്. G പ്രസാദ് കുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട് അവിടെ നിന്ന്. പ്രസാദ്, അവിടെയുള്ള ജനങ്ങളുടെ ആശങ്ക ഈ പദ്ധതിക്കായി, ഈ നിർമ്മാണശാലയ്ക്കായുള്ള വെള്ളം എവിടെ നിന്ന് വരും എന്നുള്ളതാണ്. മലമ്പുഴ ഡാമിൽ നിന്ന് എടുക്കുമോ, അതല്ലെങ്കിൽ അത് എവിടെ നിന്ന് വരും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം പലപ്പോഴും കൃഷി ആവശ്യങ്ങൾക്ക് പോലും കനാൽ വെള്ളത്തെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലാണ് അവിടെയുള്ള മനുഷ്യർ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വെള്ളം എങ്ങനെ എവിടെ നിന്ന് കണ്ടെത്തും എന്ന് കൃത്യമായി അറിയിക്കുന്നുണ്ടോ എഞ്ചിനീയർ? ഇപ്പോഴും അതിൽ ഒരു ഒളിച്ചുകളി സർക്കാർ വകുപ്പുകൾ നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പുതിയ കത്തിൽ കൂടെ പറയുന്നത്. നേരത്തെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പറഞ്ഞത് കിൻഫ്രയ്ക്ക് കൊടുക്കുന്ന വെള്ളത്തിന് മാത്രമേ ഈ നിലവിൽ വരാൻ പോകുന്ന മദ്യനിർമ്മാണശാലയ്ക്ക് വെള്ളം കൊടുക്കുകയുള്ളൂ എന്നാണ്. ഇപ്പോൾ പക്ഷേ ചീഫ് എഞ്ചിനീയർ പറഞ്ഞിരിക്കുന്നത് മലമ്പുഴയിലെ വെള്ളം കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ്. അപ്പൊ ഇങ്ങനെ രണ്ട് കണക്കുകൾ പറയും. മാത്രമല്ല, മലമ്പുഴയിൽ എത്രത്തോളം വെള്ളം ഉണ്ട് എന്നുള്ളത് കണക്കുകൾ മാത്രമാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഇത്രയും എണ്ണം ഓരോ ഘനമീറ്റർ എന്ന് പറയുന്നു. പക്ഷെ അത്രയും സംഭരണം മലമ്പുഴ ഡാമിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം കുറെ കാലമായിട്ട് മണ്ണെടുപ്പ് എന്നുള്ളത് മലമ്പുഴ ഡാമിൽ നടന്നിട്ടേ ഇല്ല. അതുപോലെ ചളി രണ്ട് പ്രളയം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു, 4-5 വർഷത്തിനിടയ്ക്ക്. ആ സമയത്തെല്ലാം മണ്ണും കല്ലും അതുപോലെ തന്നെ മരങ്ങളെല്ലാം വന്ന് അടിഞ്ഞ് സംഭരണം വളരെ കുറഞ്ഞുണ്ട്. അതിന്റെ കണക്കില്ല. മാത്രമല്ല, ഈ മലമ്പുഴ ഡാമിന് വെള്ളം കൊടുക്കുന്നത് ഒരു മീറ്റർ ഇല്ലാതെയാണ് വെള്ളം കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ കണക്കുകളില്ലാതെ കൊടുക്കുന്നതിൽ ജനങ്ങളെ പറ്റിക്കാൻ അല്ലെങ്കിൽ സമരക്കാരെ പറ്റിക്കാൻ വേണ്ടി ഓരോ കണക്കുകൾ ഇപ്പൊ ജല അതോറിറ്റി പറയുന്നത് മാത്രമല്ല. അതുകൊണ്ട് തന്നെ മലമ്പുഴയിലെ വെള്ളം കൊടുക്കുന്നതിൽ ആശങ്ക ഇപ്പോഴുണ്ട്. ഇപ്പോൾ BJPയുടെ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസിനാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഇങ്ങനെ കണക്കുകൾ നിരത്തിക്കൊണ്ട് ഒരു കത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് പ്രശ്നമുണ്ട്. ആര്യ.